നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമ്മളോട് ആരെങ്കിലും മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം കർണൻ എന്നായിരിക്കും, അല്ലെങ്കിൽ അർജുനൻ എന്നായിരിക്കും, ദ്രോണർ എന്നായിരിക്കും. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് എന്ന് പറയുന്നത് ബാർബരിക്കാണ്. ബാർബരിക്ക് വിചാരിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് മഹാഭാരത യുദ്ധം തന്നെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ബാർബരിക്കിനെ കുറിച്ച് നമ്മൾ അധികം കേൾക്കാത്തത്? ആരാണ് ബാർബരിക്? ബാർബരിക് എന്ന് പറയുന്നത് ഘടോൽക്കച്ചൻ്റെ പുത്രനാണ്. നമുക്കറിയാം, ഭീമസേനൻ്റെ മകനാണ് ഘടോൽക്കച്ചൻ. ഘടോൽക്കച്ചൻ്റെ പുത്രനാണ് ബാർബരിക് എന്ന് പറയുന്നത്. അപ്പോൾ ബാർബരിക്ക് 3 അസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ശിവനിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 3 അസ്ത്രങ്ങളും വളരെ ദിവ്യാസ്ത്രങ്ങളാണ്. ഈ 3 അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ പ്രതിരോധിയെ അല്ലെങ്കിൽ തനിക്ക് എതിരായിട്ടുള്ളവനെ തീർക്കാനായിട്ട് ബാർബരിക്കിന് സാധിക്കും. അപ്പോൾ അത്രത്തോളം ശക്തിയേറിയ 3 അസ്ത്രങ്ങളാണ് ബാർബരിക്കിൻ്റെ കൈവശമുള്ളത്. അപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് തൻ്റെ അമ്മയായ മൗരവിയോട് പറയാണ്, താൻ മഹാഭാരത യുദ്ധം കാണാനായിട്ട് പോവുകയാണ്, ചിലപ്പോൾ ഞാനതിൽ പങ്കെടുത്തേക്കാം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ ആരുടെ പക്ഷത്ത് നിൽക്കും? അപ്പോൾ ബാർബരിക്ക് പറയുന്ന ഉത്തരം, ആരാണോ തോൽക്കുന്നത് അവരുടെ പക്ഷത്തായിരിക്കും ഞാൻ നിലകൊള്ളുന്നത് എന്നായിരിക്കും. അപ്പോൾ ബാർബരിക്ക് തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാർബരിക്കിനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഏത് പക്ഷമാണ് നിൽക്കുന്നത്? അപ്പോൾ ബാർബരിക്ക് പറയുകയാണ്, തോൽക്കുന്ന ഏത് പക്ഷമാണോ അവരുടെ കൂടെയാണ് ഞാൻ. ബാർബരിക്കുണ്ടെങ്കിൽ പാണ്ഡവർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്, നീ 3 അസ്ത്രങ്ങൾ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആദ്യത്തെ അസ്ത്രം ഞാൻ ലക്ഷ്യമിടുന്നവരെ സർക്കിളാക്കും. രണ്ടാമത്തെ അസ്ത്രം ഞാൻ ലക്ഷ്യമിടാത്തവരെ സർക്കിളാക്കും. മൂന്നാമത്തെ അസ്ത്രം വെച്ച് ഞാൻ അവരെ എല്ലാം ഇല്ലാതാക്കും. ഞാൻ ലക്ഷ്യമിട്ടത് ആരാണോ അവരെ എല്ലാം ഞാൻ ഇല്ലാതാക്കും. അപ്പോൾ ഇതിനൊരു ഉദാഹരണം കാണിച്ചു തരാനായിട്ട് ശ്രീകൃഷ്ണൻ ബാർബരിക്കിനോട് പറയാണ്. അപ്പോൾ ബാർബരിക്ക് ചെയ്യുന്നത്, ശ്രീകൃഷ്ണൻ പറയുന്നത്, ഒരു മരമുണ്ട്, ആ മരത്തിലെ എല്ലാ ഇലകളും ഈ അസ്ത്രം ഉപയോഗിച്ച് പൊഴിക്കണം എന്ന് പറയുകയാണ്. അത് ബാർബരിക്ക് സമ്മതിച്ചു. ബാർബരിക്ക് കാണാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഇലയെടുത്ത് തൻ്റെ പാദത്തിൻ്റെ അടിയിൽ വെച്ചു. ബാർബരിക്കിൻ്റെ അസ്ത്രം ആ ഇലകളെല്ലാം പൊഴിച്ചതിന് ശേഷം ഭഗവാന്റെ കാൽപാദത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഭഗവാന്റെ ഇലയും ബാർബരിക്കിന് അസ്ത്രം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാർബരിക്കിന് തീർച്ചയായിട്ടും അവർ കൗരവരുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പാണ്ഡവർ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാർബരിക്കിനോട് പറയാണ്, വളരെ ധീരനായ യോദ്ധാവിൻ്റെ തല ദാനമായി നൽകിയാൽ മാത്രമേ യുദ്ധം തുടങ്ങാനാകൂ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാർബരിക്കിനോട് പറയാണ്. അത് നീ ആകണമെന്ന് ബാർബരിക്കിനോട് ശ്രീകൃഷ്ണൻ പറയാണ്. അപ്പോൾ ഭഗവാന്റെ വാക്ക് കേട്ട് ഞാൻ തന്നെ അത് ചെയ്യാമെന്ന് ബാർബരിക്ക് സമ്മതിക്കുകയാണ്. അങ്ങനെ അതിനു മുമ്പ് ബാർബരിക്കിന് ഒരു അപേക്ഷയുണ്ട്. ഞാൻ ഇത്രയും ദൂരം വന്നത് ഈ യുദ്ധം കാണാനാണ്, അപ്പോൾ എനിക്ക് യുദ്ധം കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ബാർബരിക്ക് പറയാം. അങ്ങനെ ബാർബരിക്കിൻ്റെ തല ബലിയായി അർപ്പിച്ചുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ബാർബരിക്ക് യുദ്ധങ്ങളെല്ലാം കാണുകയാണ്. അപ്പോൾ യുദ്ധമെല്ലാം അവസാനിച്ചു, പാണ്ഡവർ ജയിച്ചു, നമുക്കറിയാം. അപ്പോൾ പാണ്ഡവ പക്ഷത്തിൽ ഒരു ചോദ്യം ഉയർന്നു, ആരാണ് ഞങ്ങളിൽ ഏറ്റവും വലിയ പോരാളി? ആരാണ് ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ്? അപ്പോൾ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, ബാർബരിക്കുണ്ട്, അവനോട് നമുക്ക് പോയി ചോദിച്ചു നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ കുന്നിന് മുകളിലേറി ബാർബരിക്കിനെ കണ്ട് ചോദിക്കുകയാണ്. ബാർബരിക്കിനെ തലയോട് ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും നല്ല പോരാളി ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ യോദ്ധാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ബാർബരിക്ക് പറയുന്നത്, ഞാൻ നിങ്ങളെ ആരെയും കണ്ടില്ല, ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ ഇരുന്ന് കണ്ടത്. ഭഗവാനായിരുന്നു എല്ലായിടത്തും, ഭഗവാനാണ് ഈ യുദ്ധം നിയന്ത്രിച്ചത്, ഭഗവാൻ വിചാരിച്ചതാണ് ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്ന് ബാർബരിക്ക് ആൻസർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ബാർബരിക്കിൻ്റെ ഈ കഥ എന്ന് പറയുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവായിരുന്നു ബാർബരിക്ക്. തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് തൻ്റെ ആദരവ് കാട്ടിയ വ്യക്തിയാണ് ബാർബരിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾ, രസകരമായ വീഡിയോകൾ തുടർന്നും ചെയ്യുന്നതിന് അത് ഒരുപാട് പ്രചോദനമാണ്. ഈ വീഡിയോ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.